Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അതിരപ്പള്ളിയിൽ കാട്ടാനയാക്രമണത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. വാഴച്ചാൽ ശാസ്താപൂവം ഊരിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. കളക്ടർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലത്തെത്തി ഇനിയും ദാരുണ മരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ബെന്നി ബെഹ്നാൻ MP ആവശ്യപ്പെട്ടു. അതിരപ്പള്ളിയിൽ കാട്ടാനയാക്രമണത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. വാഴച്ചാൽ ശാസ്താപൂവം ഊരിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി താമസിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കാൻ എത്തിയതായിരുന്നു ഇവർ. തിങ്കളാഴ്ച രാത്രിയാണ് ആക്രമണമുണ്ടായത്. കാട്ടാനക്കൂട്ടം ഇവരെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. ഇവർക്കു പുറമെ ബന്ധുക്കളായ രമ, രവി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കാട്ടാന ആക്രമിക്കാനെത്തിയപ്പോൾ 4 പേരും ചിതറി ഓടുകയായിരുന്നു. അംബികയുടെ മൃതദേഹം പുഴയിൽ നിന്നും സതീഷിന്റേത് പാറപ്പുറത്തു നിന്നുമാണ് കണ്ടെത്തിയത്. സതീഷിനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പുഴയിൽ ചാടിയ രമയും രവിയും സുരക്ഷിതരാണ്. മതപ്പാടിലുള്ള മഞ്ഞക്കൊമ്പൻ എന്ന ആനയാണ് ആക്രമിച്ചതെന്നാണ് വിവരം ലഭിച്ചത്. സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കളക്ടർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലത്തെത്തി ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബെന്നി ബെഹ്നാൻ MP ആവശ്യപ്പെട്ടു. ഉപജീവന മാർഗം തേടി അവിടെ പോകുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്കാണ്. അതൊന്നും ഇവിടെ നടക്കും. മറ്റൊരു കാര്യം, ഇവരെന്തിനു വേണ്ടിയാണ് കാട്ടിൽ പോകുന്നത്? ഈ കാട്ടിലുള്ള വസ്തുക്കൾ ശേഖരിച്ച് അവർ അത് വിറ്റഴിച്ച് കിട്ടുന്ന കാശ് കൊണ്ടാണ് അവർ ഉപജീവനം നടത്തുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതോട് അവകാശപ്പെട്ട കാര്യമാണ്. അപ്പോൾ കാട്ടിലേക്ക് അവർക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്യമൃഗങ്ങളുടെ അവിടെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നറിയിപ്പ് കൊടുത്ത് അവരെ അങ്ങോട്ട് വിടാതിരിക്കാൻ നോക്കണം. അങ്ങനെ വിടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് വസ്തുതകൾ എത്തിച്ചു കൊടുക്കേണ്ടത്, അവർക്ക് അരിയും ഭക്ഷണ വസ്തുക്കളും എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. അപ്പോൾ സ്വാഭാവികം നമുക്കറിയാം, ഇപ്പോൾ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കും, ആളുകൾക്ക് കടലിൽ പോകരുത്. അങ്ങനെ കടലിൽ പോകാതിരിക്കുമ്പോൾ അവർക്ക് നിത്യോപഹാരങ്ങൾ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുള്ളതാണ്, അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്കുള്ളതാണ്. ഇവിടെ ഇതൊന്നും നടക്കുന്നില്ല. ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോഴും അതിനുശേഷം ചില പ്രസ്താവനകൾ കൊണ്ടുവന്ന് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്നു. നമുക്കറിയാം അതിരപ്പള്ളി പ്രദേശത്ത് എത്രയോ മരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ കുറേ നാളുകളായി. വേണ്ടത്ര ഫെൻസിംഗ് ഇല്ല, വേണ്ടത്ര ആധുനിക സൗകര്യങ്ങളില്ല, ഈ പറയുന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നില്ല. ഒരു സാങ്കേതികമായ നടപടികളും സ്വീകരിക്കാതെ ഇപ്പോഴും കാട്ടിൽ പോയി ജീവിക്കുന്ന പാവപ്പെട്ട ആദിവാസികളെ എല്ലാ ദിവസവും എന്നോണം വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു ഭരണകൂടം. അവിടുത്തെ ഞാൻ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോൾ വനപാലകന്മാർക്ക് അവിടെ പോകുന്നതിന് വേണ്ടിയുള്ള വാഹന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് വനപാലകന്മാർ ഞങ്ങളുടെ പരാതി പറയുന്നു. ഇതെല്ലാം ഗുരുതരമായ അനാസ്ഥയാണ്. ഇങ്ങനെ ദിവസവും എന്നോണം ഇങ്ങനെ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇതിൽ കൂടുതൽ ജാഗ്രത കാണിക്കണം. ഇവിടെ ഞങ്ങൾ ഈ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു, പോസ്റ്റ്മോർട്ടത്തിന് ഞങ്ങൾ ആരും തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ ഇതിന് ഒരു അധികാരികളും ഇന്നേ വരെ വന്നിട്ടില്ല. ഇവിടെ കളക്ടർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്ന് ഈ കാര്യത്തെക്കുറിച്ച് ഇനി ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഉറപ്പ് കൊടുക്കാതെ ഞങ്ങൾ ഈ മൃതദേഹം ഇവിടുന്ന് വിട്ടയക്കുന്നില്ല എന്ന് കൂടി നിങ്ങളെ അറിയിക്കുന്നു. ഖേദകരമായിട്ട് ഞങ്ങൾ അറിയിക്കുന്നു. കാര്യം ഞങ്ങൾ ആരും മൃതദേഹത്തിനുള്ള അനാദരവ് കാണിക്കുന്നില്ല. പക്ഷേ ദൈനംദിനം ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് കണ്ണു തുറക്കേണ്ട ആളുകൾ കണ്ണു തുറക്കുന്നില്ല. പോത്തിന്റെ ചെവിയിൽ വേദം ഓതുന്നത്. പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഇവിടെ നടത്താമെന്നാണ് പറഞ്ഞത്. തൃശ്ശൂർ കൊണ്ടുപോകാൻ ഞങ്ങൾ അറിയും. തൃശ്ശൂർ കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ വന്ന് പറയണം എന്തുകൊണ്ട് തൃശ്ശൂർ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞത് എന്നോട് പറഞ്ഞ് ഇവിടെ നടത്താവുന്നതാണെന്ന് പറഞ്ഞു. അതിന്റെ പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെതിരായി പറഞ്ഞാൽ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ വന്ന് ഞങ്ങളോട് പറഞ്ഞ് അതിന്റെ കാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ ഞങ്ങൾ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അത് ക്ഷമിക്കണം. ഞങ്ങൾ മൃതശരീരത്തിനോട് കാണിക്കുന്ന ഒരു അനാദരവല്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അനാസ്ഥ മൂലം ഉണ്ടാകുന്ന തീരുമാനമാണ് ഞങ്ങൾ. മന്ത്രി AK ശശീന്ദ്രൻ വനംവകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ആശ്വാസധനം നൽകുമെന്ന് അറിയിച്ചു.
ഇതേ സ്ഥലത്ത് 3 പേരുടെ ജീവനാണ് കഴിഞ്ഞ 2 ദിവസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ ഇല്ലാതായത്. മലക്കപ്പാറയിൽ കഴിഞ്ഞ ദിവസം കാട്ടുതേനെടുക്കാൻ പോയ 20-കാരനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു കൊന്നിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ട് പുറത്തെത്തി വിവരമറിയിച്ചതോടെയാണ് വനം വകുപ്പ് അധികൃതരെത്തി മൃതദേഹം പുറത്തെടുത്തത്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, സിവിആർ ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.